ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ എണീക്കും തന്നെ ഇതേപോലെ എൻ്റെ മണി പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിക്കും. അതിനുശേഷം വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊഴും നന്നായിട്ട്. രാവിലത്തെ പണിയൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ കഞ്ഞിയാണ് കുടിക്കുന്നത്, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. കഞ്ഞിയും ചെറുപയറുമായിരുന്നു കേട്ടോ വെച്ചത്. അപ്പോൾ രാവിലെ എണീറ്റ് വാതിലൊക്കെ തുറന്നു. അപ്പോൾ മുറ്റത്തിറങ്ങി കുറച്ച് നേരം സമയം ചിലവാക്കുന്നുണ്ട് ഇപ്പോഴായിട്ട്. വേറെ ഒന്നുമില്ല, കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പോഴായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മുളച്ചു. അതിൻ്റെ രണ്ടില അങ്ങനെ ഒരു വളർച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. രാവിലെ നല്ല രസമാണ്, നല്ല കിളികളുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് റെയിൽവേയുടെ ആ ഒരു പാളം പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിന് ട്രെയിനൊക്കെ പോകട്ടാണ് കാണിച്ചു തരാൻ. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ നിച്ചു ഒത്തിരി വൈകിയാണ് കേട്ടോ എണീറ്റത്. ഞാൻ രാവിലെ എണീറ്റായിരുന്നു. അപ്പോൾ നിച്ചു എണീറ്റ സമയത്ത് പല്ലേക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അവൾ മുറ്റത്തിരുന്നാണ് പല്ലേക്കുന്നത്. അവൾ മുറ്റത്ത് പല്ലേച്ച് കുറച്ച് നേരം മുറ്റത്തൊക്കെ നടക്കും കേട്ടോ. ഞാനെങ്കിൽ എല്ലാ ചെടിയുടെയും വളർച്ച നോക്കുന്ന സമയത്ത് അവളും നോക്കും എന്തെല്ലാം വളർന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു തുളസിയുടെ ചട്ടിയിൽ കുറച്ച് ചീരവിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മുളച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ കീഴൂർ അമ്പലത്തിൽ നിന്ന് ഉത്സവ സമയത്ത് വിത്ത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു വിത്തും സത്യം പറഞ്ഞാൽ ചീര വിത്തൊക്കെ വാങ്ങിച്ചിട്ട് മുളച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണിത്. ഇത് ഭാഗ്യത്തിന് മുളച്ച്. അപ്പോൾ ഇത് എനിക്ക് വേറൊരു ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു, അതല്ലാണ്ട് ചീരത്തൈകൾ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ചീരവിത്ത് രണ്ടാമത് വാങ്ങിച്ചത്. അപ്പോൾ ഒരു ഡൗട്ടുള്ള കാരണം ഞാൻ മണ്ണിലിട്ടില്ല, പകരം ഇങ്ങനെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിലൊക്കെ കൊണ്ട് ഇട്ടുകൂട്ടാ. കാരണം ഉറുമ്പ് കൊണ്ടുപോകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൂട്ടാ. അപ്പോൾ അത് ഞാൻ കുറച്ച് വെണ്ടക്ക, തക്കാളി, മുളക്, ക്യാപ്സിക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് ഇതിലാണ് കേട്ടോ നട്ടേക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ചവറൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം. അത് മഞ്ചാടിയുടെ ഇലയാണ് കേട്ടോ നിറയെ. ഞാനങ്ങനെ അവിടെ അടിച്ചു വരാറില്ല, കാരണം കുഞ്ഞു കുഞ്ഞു തൈകൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഇലകൾ വീണേക്കുന്നത്. അത് ആ ചെടികൾക്കൊരു വളമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് കളയാൻ നിൽക്കാറില്ല കേട്ടോ. അതങ്ങനെ തന്നെ കിടക്കുകയാണ്. ഞാൻ കാണിച്ചു കേട്ടോ തൈകൾ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നറിയില്ല, കുഞ്ഞു തൈകളാണ്. ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയിട്ടാണ് ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് നന്നായിട്ട് ഉഷാറായി വരുന്നുണ്ട്. ഇത് ചുവന്ന ചീരയാണ് കേട്ടോ. പിന്നെ സുന്ദരി ചീര എന്നൊക്കെ പറയില്ലേ, ഇതാണ് തോന്നുന്നത്. അത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതെനിക്കൊരു ചേച്ചി തന്നതാണ് കേട്ടോ തൈ. ഞാൻ എൻ്റെ ചീരത്തൈകളൊന്നും പിടിച്ചില്ല, വിത്തൊന്നും മുളച്ചിട്ട് വിത്തൊന്നും ഇട്ടിട്ട് മുളച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചി എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ തൈകൾ കുറച്ച്. അപ്പോൾ അതാ കുറച്ച് വെണ്ടക്കയുടെ തൈകൾ മാത്രം ഞാൻ വിത്തിട്ട് മുളച്ചതാണ് കേട്ടോ. അതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട്. വലിയ ഉഷാറായിട്ടില്ല, ഇപ്പോഴും ആ ഒരു കുഞ്ഞായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഞാനൊരു പപ്പായയുടെ തൈയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പപ്പായ ഇല്ല കേട്ടോ. ബാക്കി അത്യാവശ്യം മാവ്, പ്ലാവ്, തെങ്ങ് അത് ഇതൊക്കെ ഉണ്ട്. പപ്പായ ഇല്ല, എല്ലാ വീട്ടിലൊരു പപ്പായ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പായയുടെ തൈയൊക്കെ ചേച്ചിയിലൊന്ന് വാങ്ങിച്ച് നട്ടതാണ്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടം ഈ മത്തൻ്റെയാണ് കേട്ടോ. എനിക്ക് മത്തങ്ങ അത്ര ഇഷ്ടമല്ലെങ്കിലും മത്തൻ്റെ ഇല കൊണ്ട് തോരൻ വെച്ച് കഴിക്കാൻ, നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു മത്തൻ്റെ വിത്ത് പാകിയിട്ട് അത് ഒറ്റൊരെണ്ണം മുളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പച്ചമുളക് ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ താനെ മുളച്ചു വന്ന കുറച്ച് കറിവേപ്പാണ്. ആദ്യമൊക്കെ ഇതൊക്കെ ഒന്ന് വാടിത്തളർന്നായിരുന്നു വെച്ചത്. ഇപ്പം ഞാനിതിൽ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. കുറേ തൈകളുണ്ട്. അപ്പം ഇതൊക്കെ രാവിലെ ഞാൻ ഒന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ, ഉഷാറായിട്ടാണ് ഇരിക്കണം എന്നൊക്കെ രാവിലെ നോക്കൂട്ടെ. ഇതന്നെ ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ തന്നെ കുറച്ച് കപ്പ എടുത്തിട്ട്, കപ്പത്തൈ നട്ടിട്ടുണ്ട് കേട്ടോ. കപ്പയുടെ ആ ഒരു വടിയില്ലേ, അത് ഒടിച്ചിട്ട് അത് നട്ടതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിടിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് നട്ടതാണ്. പക്ഷേ ഇതെല്ലാം തൈയും പിടിച്ചിട്ടുണ്ട്. ആദ്യം എനിക്കെന്നെ അറിയാൻ പാടില്ല എങ്ങനെ ചെയ്യും, എങ്ങനെ കൃഷി ചെയ്യും, ഇതൊക്കെ പിടിക്കുമോ, എന്താണ് ഇതിൻ്റെയൊക്കെ ടെക്നിക്ക് എന്നൊക്കെ. അപ്പം യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതിൽ നോക്കിയിട്ടൊക്കെ കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ ചവർ കൂട്ടി ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വളമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചവർ അങ്ങനെ കൂട്ടിയിടുന്നത്. പിന്നെ അങ്ങനെ മണ്ണിങ്ങനെ പൊത്തി വെക്കുമ്പോഴേക്കും അതിന് നല്ല ഒരു ഇടം കിട്ടും കപ്പക്ക്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് അത് ട്രെയിൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ വലിയ സൗണ്ടിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു ബഹളം പോലെയോ ഭയങ്കര ഒരു തീവ്രമായ ഒച്ച പോലെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ ആയില്ലേ, 2 മാസത്തോളം ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അതൊരു ശീലമായത് കൊണ്ടായിരിക്കാം.
എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറമ്പും കാര്യങ്ങളൊന്നും അത്ര ഇല്ല. നമുക്കങ്ങനൊരു കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചുറ്റും ഇങ്ങനെ തെങ്ങൊക്കെ ആയതുകൊണ്ട് എപ്പോഴും തെങ്ങ് കയറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിക്കണ കാരണം എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തെങ്ങൊക്കെ ഒരു മതിലിനോട് ചേർന്നൊക്കെ പറയില്ലേ, ഒരു ആ സൈഡിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ രാവിലെ അലക്കാനുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിലാണ് അലക്കലൊക്കെ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കഴിഞ്ഞ് ഇനി അത് ഡ്രയറിലിട്ട് വിരിച്ചാൽ മാത്രം മതി. അതിനിടയ്ക്ക് ഞാൻ നിച്ചുവിനോട് പറഞ്ഞു, നിച്ചു വേഗം പോയി പല്ലേച്ച് കുളിച്ചോ, അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ രാവിലത്തെ ഭക്ഷണം ആക്കിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടായി ഉണ്ടാക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. കഞ്ഞിക്കിട്ടു, ചോറാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഇതിൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേഗം പണി കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ മണി പ്ലാന്റ്. ഇത് ഞാൻ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് കുട്ടപ്പിയൊക്കെ നിർത്തിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന കിച്ചൺ വേസ്റ്റാണ് ഞാൻ കൂടുതലും ചെടികൾക്ക് വളം വെക്കാനായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ഉണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ഞാൻ എടുത്തിട്ട് ചെടിച്ചട്ടിയിലും അവിടേക്ക് ഇടും കേട്ടോ. അതേപോലെ ഇന്ന് പാവക്ക എടുത്തപ്പോൾ പാവക്കയിൽ കുറച്ച് വിത്ത് കിട്ടി, അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാവക്കയുടെ വിത്ത് മുളപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടപ്പൻ അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. അത് ഇതിൻ്റെ തോരനാണ്. അത് ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ കാണുന്നത്. ഞാൻ രാവിലെ ചെയ്ത് വെക്കുന്നതാണ്. എനിക്ക് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാവക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് പാവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കാണ് തീയലിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പാവക്ക തീയലും പിന്നെ ഈ ഒരു വാഴപ്പിണ്ടി തോരൻ, പിന്നെ ഞാൻ അവിടുത്തെ ഒരു ചമ്മന്തി, ഇത്രയായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണം ഉച്ചക്ക്. അപ്പോൾ തീയലുണ്ടാക്കാനായിട്ട് വറുത്തിറക്കണം. അപ്പം തേങ്ങ ഒന്ന് വറുത്തിറക്കാനുള്ള സംഭവമായിട്ട് ചെയ്ത് വെക്കണത്. ഇതൊന്ന് വറുത്തിറക്കാനുള്ളത് ഉണ്ടാക്കി നമുക്കവിടെ മൂടി വെച്ചിട്ട് പോവാം. പിന്നെ നിച്ചുവിനെ സ്കൂളിലൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേഗം ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞിയും ചെറുപയറും മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ചെറുപയറൊക്കെ ആണെങ്കിൽ വയറും നിറയെ, നന്നായിട്ട് നമുക്ക് ശരീരത്തോടുള്ള വെള്ളവും കിട്ടും. ഇപ്പോൾ നിച്ചുവിനൊക്കെ ആണെങ്കിൽ പുട്ടൊക്കെ കഴിച്ചാൽ അവൾ രാവിലെ വെള്ളമൊന്നും നല്ല രീതിയിൽ കുടിക്കില്ല, ചായ അങ്ങനെയൊന്നും അധികം കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചെല്ലും, വയറും നിറയും എന്നുള്ളതുകൊണ്ടാണ് കഞ്ഞി വെക്കണം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഞ്ഞി കുടിക്കും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കഞ്ഞിയും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജനാലയിൽ കൂടി നല്ല സൂര്യപ്രകാശമില്ല, ഉദിച്ച് വരുന്ന സൂര്യപ്രകാശം കാണാം കേട്ടോ. അപ്പോൾ നിച്ചു കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് അവളോട് ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിട്ട് അവൾ കഴുകിയാണ്ടേ കാണുന്നത്. മധുരിച്ചോ സോപ്പിട്ടത് ഞാനങ്ങനെ കഴുകിപ്പിക്കാറൊന്നുമില്ല. എങ്കിലും എന്താ പറയുക, അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ സോപ്പ് ഉപയോഗിച്ചാൽ അത് സോപ്പ് ഉരച്ചൊരച്ചൊരച്ച് ആ സോപ്പ് തീരണ വരെ ഉരച്ചിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു നോട്ടം ഉണ്ടാവും നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി. അതവിടെ വെക്ക്, അവിടെ സ്റ്റാൻഡ് ഉണ്ട്, ഇവിടെ സ്പൂണും കഴുകും. പാത്രങ്ങൾ കഴുകി വെക്കണം, നല്ലോണം അവിടെ വെക്കേണ്ടത്. ആ വെച്ചോ. അങ്ങനെ കഞ്ഞിക്കുടി എല്ലാം കഴിഞ്ഞ് വേഗം അവളെ റെഡിയാക്കി ഞങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് സ്കൂള്, അതുകൊണ്ട് തന്നെ വേഗം എത്തൂട്ടാ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ അമ്പലത്തിലും കൂടി കയറി തൊഴുതിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. നമ്മുടെ വീട്, സ്കൂള്, അമ്പലമൊക്കെ അടുത്തടുത്താണ് കേട്ടോ. പോണ വഴി നിച്ചുവിൻ്റെ ഒരു ഡാൻസാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിലോട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ ഇത്. നിച്ചു അമ്പലത്തിൽ കയറിയ സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ ഒന്ന് അമ്പലത്തിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ അമ്പലം കാണാനായിട്ട് നിറയെ ഇങ്ങനെ ഫസ്റ്റ് ഇവിടെ താഴെ മണ്ണൊക്കെ ആയിരുന്നു, പുല്ലും ഇതൊക്കെ പിടിച്ചിരിക്കാൻ. ഇപ്പോൾ കല്ലൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ.
അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുതെല്ലാം കഴിഞ്ഞ് ലിച്ചുവിനെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ കൊണ്ടാക്കി അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് എത്തി. അതിനുശേഷം കുറച്ച് അലക്കാനുണ്ടായിരുന്നല്ലോ, ഡ്രയറിൽ ഇട്ടേക്കായിരുന്നു. അതെല്ലാം എടുത്ത് വിരിച്ചിടുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ. കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നരാട വെച്ചിട്ടാണ് അലക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ഇവളുടെ യൂണിഫോം അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാം അലക്കിക്ക് വരുമ്പോൾ കുറച്ച് ഉണ്ടാവും കേട്ടോ അലക്കാനായിട്ട്. അങ്ങനെ തുണി അലക്കൽ വിരിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വറുത്തരച്ചിട്ടുള്ള തീയലിനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തീയലിന് വറുത്തരക്കാനുള്ള സംഭവമൊക്കെ ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി സംഭവങ്ങൾ അരിഞ്ഞ് വെച്ചേക്കണ കാരണം വേഗം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ വറുത്ത ആ ഒരു ചട്ടി തന്നെയാണ് വറുത്തരക്കാനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതിലോട്ട് കടുകും നമ്മുടെ വറ്റൽമുളകൊക്കെ പൊടിച്ചിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ പാവക്ക അതിലോട്ടിട്ട് വഴറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് വഴറ്റി പാവക്കയുടെ ആ ഒരു കയ്പ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് വാടാനായിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പുളിവെള്ളവും പിഴിഞ്ഞ് വറുത്തരച്ചതും ഇട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ബാക്കി എന്തൊക്കെയാണ് ചെയ്തേക്കണമെന്നുള്ളത്. ഞാൻ എന്താ പറയുക വലിയ പ്രൊഫഷണലായിട്ടുള്ള വലിയ രീതിയിലൊന്നും ആക്കില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്കൂട്ടാ. ഞാൻ കൂടുതലും യൂട്യൂബിൽ നിന്ന് തന്നെ കുറേ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക ചില കറികളൊക്കെ ട്രൈ ചെയ്യാൻ തോന്നും. അതായത് നമ്മൾ എപ്പോഴും വെക്കുന്നതിന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെക്ക് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ യൂട്യൂബിൽ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകും റെസിപ്പീസ്, അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് വെക്കൂട്ടാ. അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിതിൽ വെക്കണ സമയത്ത് ശർക്കരയൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ശർക്കര ഇടുന്ന കണ്ടിട്ടുണ്ടാണ് ചെറിയൊരു കഷ്ണം. അപ്പോൾ ശർക്കര ഇടുകയാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു കയ്പ്പും പുളിയും ഇതൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യും കേട്ടോ ചെറിയൊരു കഷ്ണം ശർക്കര തീയലിടുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ കാണാം. ആ ഒരു ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ, ഇതൊക്കെ കാലിക്കുറ്റിയാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം അപ്പുറത്തെ മുറിയിലോട്ട് എടുത്ത് മാറ്റണമെന്ന്. കാരണം ഇപ്പോഴൊന്നും പുതിയ കുറ്റി ബുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ അതെടുത്ത് മാറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ വറുത്തരച്ചിട്ട് വെച്ചേക്കുന്നത് അതിൽ ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഈ ഒരു വറുത്തരച്ചത് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം പോലെ ഇരിക്കണം, കറി ഇത്തിരി ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പകരം നല്ല കുറുകി തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, പുളിവെള്ളം മാത്രം ഒഴിച്ചത്. പക്ഷേ എനിക്ക് ഇത്തിരി ലൂസായിട്ട് കിടക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളവും ഒഴിച്ചു, പുളിവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം, കുറച്ച് ടൈം എടുക്കും കേട്ടോ. അന്ന് കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശർക്കര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ചെറിയ കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഞാനിതിൽ ഒരു ഇത്തിരി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്.
ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയാണ് ചമ്മന്തി ഉണ്ടാക്കണം. അതേപോലെ ആ വാഴയുടെ കുഴപ്പൻ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അതിൽ തോരൻ വെക്കാനുള്ള പരിപാടിയാണ് ഇനി. ഇനിയാണ് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ടാണ് ഈ വറ്റൽമുളക് പിറകിയെടുക്കണത്. നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 4, 5, 6 ഒക്കെ എടുക്കാട്ടോ വറ്റൽമുളക്. എനിക്ക് ഈ കനലിൽ ചുട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തേങ്ങയും മുളകൊക്കെ അതിൽ ചുട്ടെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ തേങ്ങ ചുട്ടെടുക്കില്ല, പകരം ഞാൻ മുളക് എടുക്കും കേട്ടോ. മുളക് ചുട്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനുള്ള ട്രിക്കാണ് ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുളക് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവെന്ന് ചെറുതായിട്ടൊന്ന് കീറുക കേട്ടോ. ചിലപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വീർത്ത് പൊട്ടും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അറിയാണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് വേണം ഈ ഒരു പണിക്ക് നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കും. ഒരു എന്താ പറയുക, ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിൽ പച്ചമുളക് കാര്യങ്ങളൊന്നുമില്ല, ഈ വറ്റൽമുളകിൻ്റെ എരിവാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തത്, നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് 2-3 കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 വറ്റൽമുളക് ഇതേപോലെ ചുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്കായിട്ട് നമ്മൾ മാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർക്കാം, വാളംപുളി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ എൻ്റെ ഒരു വാളംപുളി കുറവായിരുന്നു, ആ ഉള്ളത് തീയലിനെടുത്തത് കാരണം കുറവായതുകൊണ്ടും മാങ്ങ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിക്കുന്നത്. ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ പുളിക്കായിട്ട് ചെറുനാരങ്ങ നീര് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിൻ്റെ കുരു ആ ഒരു അരക്കണേൻ്റെ ഒപ്പം പോകരുത്, അങ്ങനെയാണെങ്കിൽ കയ്പ്പ് വരും കേട്ടോ, ചെറുനാരങ്ങയുടെ കുരു അതിലോട്ട് പോവുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് കൈ ഇതേപോലെ വെച്ചിട്ട് പിടിക്കുന്നുണ്ട്, പിഴിയുമ്പോൾ അതിൻ്റെ കുരു അതിൻ്റെ ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് അങ്ങാട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക, നമ്മുടെ ചമ്മന്തിയുടെ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അത് നമുക്ക് എടുക്കാം. അപ്പോൾ ചമ്മന്തി ഇതാ നല്ല റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. കാണാനും നല്ല ഭംഗിയാണ്, കാരണം വറ്റൽമുളകിൻ്റെ ആ ഒരു ചുവപ്പ് തരി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും ഈ ചമ്മന്തിയിൽ. ഒരുപാട് അരഞ്ഞു പോകരുതേ, നമുക്ക് ആ ഒരു ചെറുതായിട്ട് തേങ്ങ ഇങ്ങനെ എന്താ പറയുക ഒതുക്കി എടുക്കുന്നില്ലേ ചമ്മന്തിക്ക്, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ ചമ്മന്തിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അതാ കണ്ടില്ലേ. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് ആക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഒരു നല്ല ഉണ്ട പോലെ ആക്കി വെക്കുക കേട്ടോ. ഇത് വളിച്ചൊന്നും പോകില്ല, ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വളിച്ചു പോകില്ല. രാവിലെ ഉണ്ടാക്കിയാലും അത്യാവശ്യം നിൽക്കൂട്ട കുറേ നേരം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു ചമ്മന്തിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ നക്കി നോക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തീയലിൻ്റെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി ഏകദേശം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ ആ ഒരു കറിയുടെ. ആ ഒരു കളറൊക്കെ തന്നെ നല്ലൊരു കളറായിരിക്കും, കണ്ടില്ലേ. നമ്മൾ ആ വറുത്തരച്ച എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടിയുടെ തോരനാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുടപ്പൻ്റെ തോരൻ. അതിൻ്റെ പേര് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്താണെന്ന് കറക്റ്റ് ഇപ്പോഴും എനിക്കറിയില്ല. വാഴപ്പിണ്ടിയാണോ കുടപ്പനാണോ, നിങ്ങളുടെ അവിടെ എന്താ അതിൻ്റെ പേരെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ജീരകവും ഒരു കുഞ്ഞി വെളുത്തുള്ളിയും ഒരു 2 കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ തേങ്ങ. കാരണം അതിൽ തേങ്ങ കൊത്തും ആ ഒരു വലിയ കഷ്ണങ്ങളില്ലേ ആ തേങ്ങയുടെ, അതൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ.
അപ്പോൾ വാഴക്കുടപ്പൻ്റെ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയുടെ സംഭവം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പണി. വറ്റൽമുളകില്ലാത്ത പരിപാടിയില്ല, എല്ലാത്തിലും എനിക്ക് വറ്റൽമുളക് വേണം കേട്ടോ. വറ്റൽമുളക് ഞാൻ ആദ്യം ഇതേപോലെ താളിക്കണ സമയത്ത് അങ്ങനെ തന്നെ ഇടുമായിരുന്നു. അങ്ങനെ തന്നെ മുളക് അങ്ങനെ തന്നെ ഇടുമായിരുന്നു. അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫുള്ള് പൊട്ടാത്ത മുളകാണ് ഉണങ്ങിയിരിക്കണമെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ വീർത്തിട്ട് ഭൂം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കും നമ്മുടെ മേത്തോട്ട്. അതുകൊണ്ട് എപ്പോഴും വറ്റൽമുളക് ഇടുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇത്തിരി കീറുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ നടുവേന്ന് മുറിച്ചിട്ട് ഇടുക കേട്ടോ ഇങ്ങനെ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ മേത്തോട്ട് തെറിക്കണ ഭയങ്കര പേടിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ദൂരെ മാറി നിന്നുണ്ട് എല്ലാം ഇതേപോലെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ താളിക്കാനുള്ള സംഭവങ്ങളൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വാഴപ്പിണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പേരി വെക്കാൻ അല്ലെങ്കിൽ തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ വെക്കുന്നൊരു രീതി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്കെല്ലാവർക്കും അടുക്കളയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം തന്നെ വേണമെന്ന് ഉറപ്പുള്ള ഒരു ഐറ്റം ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചട്ടകം. നമ്മൾ അതെനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് എന്തുണ്ടാക്കിയാലും ആ ഒരു കുഞ്ഞി ചട്ടകം എന്നല്ല പറയണം, ആ ഒരു ഇത് വേണം കേട്ടോ. അതാണ് എൻ്റെ മെയിൻ അടുക്കളയിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക വളരെ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വാങ്ങിച്ചാണ് ഈ ഒരു ഇത് താമസിക്കുക ഇതല്ലേ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വാങ്ങിച്ചൊരു ചട്ടകമാണ്. കുഞ്ഞി ചട്ടകമാണ് കേട്ടോ. ചട്ടകം എന്നാണോ എൻ്റെ പറയണത് എനിക്കറിയില്ല. ഇതിൽ അരിപ്പ പോലെയുള്ള ഈ ഒരു കയ്യിൽ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു താമസിച്ച് നമ്മളൊരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോണ സമയത്ത് ഞാൻ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ടില്ല. നമ്മൾ കോഴിക്കോട്, ഞാൻ എറണാകുളം. അപ്പോൾ വീട്ടിലോട്ട് പോണ സമയത്ത് എനിക്ക് ഒരേ ഒരു സാധനം മാത്രമേ എൻ്റെ ബാഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് ഈ ഒരു സ്പൂണാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ ഇതേപോലെ വാടക വെച്ച് താമസിക്കാൻ വന്ന സമയത്ത് ഞാൻ എടുത്തേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ ഒരു സ്പൂണാണ് കേട്ടോ. ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പൂണാണ് ഇത്. ചാറ് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ, നമ്മൾ അരച്ചുകൂട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാനായിക്കോട്ടെ, ചപ്പാത്തി ഉണ്ടാക്കാനായിക്കോട്ടെ, എന്തിനും ഏതിനും ആ ഒരു സ്പൂൺ എനിക്ക് വേണം കേട്ടോ. വേറെ സ്പൂണില്ലാന്നിട്ടല്ല, വേറെ സ്പൂണുണ്ട്, പക്ഷേ എനിക്കെന്തോ ഈ ഒരു സ്പൂണില്ലാണ്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് സാധനമാണ് അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടതാണ് കേട്ടോ. ഇവിടെ അടുക്കളയിൽ കാര്യമാണെങ്കിൽ ഇവിടെ ഒരു വാഷ് ബേസിൻ ഇല്ല. നമുക്കിപ്പോൾ ഡൈനിങ് ഏരിയയിലാണെങ്കിലും ഒരു വാഷ് ബേസിൻ ഇല്ല. ആകെ ഒരു വീട്ടിൽ ആകെയുള്ള ഒരു വാഷ് ബേസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലുള്ള വാഷ് ബേസിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിട്ടുണ്ടെങ്കിൽ മിനിറ്റിന് കൈ കഴുകുന്ന ഒരാളാണ്. അപ്പോൾ
നമ്മളിപ്പോൾ ഒരു തേങ്ങ, ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ചില്ലേ, അത് കുഴച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കി ആ സമയത്ത് നമുക്കൊന്ന് കൈ കഴുകണമെങ്കിൽ നമ്മൾ അപ്പുറത്തെ മുറിയിൽ പോകണം. വാഷ് ബേസിനുള്ളത് അപ്പുറത്തെ മുറിയില്ല, അപ്പോൾ അങ്ങോട്ട് പോകണം. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വാഷ് ബേസിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങനെ ഇണങ്ങിച്ചേരും. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ മുറ്റത്ത് പോയിട്ട് പൈപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കള ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കും. ഇടയ്ക്കൊന്ന് കൈ നനക്കാനായിട്ട് നമ്മളൊരു ഇത്തിരി ഉപ്പിട്ട് കയ്യിലെങ്ങാനും എന്തെങ്കിലും ആയി അപ്പം ഒന്ന് കൈ നനക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും, ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. പാത്രങ്ങളും കഴുകി വാഷ് ബേസിനും തേച്ചൊരിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് നിച്ചുവിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു. നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കുന്നുണ്ട്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലാണ് ഈ ഒരാഴ്ച മൊത്തം. അപ്പോൾ ഇനി ഒന്ന് അക്ഷയയിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രിൻ്റൊക്കെ എടുത്ത് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ എല്ലാ പണിയും വേഗം വേഗം ചെയ്ത് തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ ചെയ്യും, പക്ഷേ എന്താ പറയുക, കുറച്ച് രാവിലെ തന്നെ ചെയ്യും, അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി കൂടി നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. ഇപ്പോൾ ഒരു 10-10:30 ആ ഒരു സമയമായിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ പണിയും രാവിലത്തെ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും ഒരു വീഡിയോക്ക് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.